ഞാൻ സിസ്റ്റർ ലിജി, തൃശ്ശൂർ അതിരൂപതയിലെ എടക്കളത്തൂർ സെൻറ്റ് മേരീസ് ഇടവകാംഗമാണ്. ഞാൻ ജനിച്ചു വളർന്നത് എടക്കളത്തൂരാണ്. ഇപ്പോഴായിരിക്കുന്നത് സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ആൻഡ് ലൂസേൺ എന്ന് പറയുന്ന സഭയിലാണ്. ജനിച്ച് ഒരു സാധാരണ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ വലുതായിട്ടൊന്നും എനിക്ക് അവകാശപ്പെടാനായിട്ടില്ല. അവിടെ നിന്ന് അത്യാവശ്യം തരക്കേടില്ലാതെ പഠിക്കുമായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സൊക്കെ മുതൽ ടീച്ചേഴ്സാണെങ്കിലും ചോദിക്കുമായിരുന്നു ഇനി എന്താകണം. അവിടെ നിന്നാണ് ഒരു കൺഫ്യൂഷൻ സ്റ്റോറി ആയിട്ട് വരുന്നത്. അതിന് മുന്നേ പറയുകയാണെങ്കിൽ വീട്ടിൽ പ്രാർത്ഥനാ ജീവിതം നിർബന്ധമാണ്. അവിടെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ഉള്ള വീടാണ് എൻ്റേത്. അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥനയിലെ സ്ഥിരതയും അതിനകത്ത് കൂടുതൽ തീക്ഷ്ണതയുള്ളവരാണ്. അപ്പച്ചൻ ഇന്നും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വാ നമുക്ക് പ്രാർത്ഥിക്കാം, കൊന്ത ചെല്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അപ്പച്ചൻ്റെ പ്രാർത്ഥനയും അമ്മച്ചിയുടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ വേദപാഠമൊന്നും മുടങ്ങരുത് എന്നൊക്കെ നിർബന്ധമുള്ള ഒരു കുടുംബത്തിലായിരുന്നു. വേദപാഠത്തിന് അത്യാവശ്യം പഠിക്കുമായിരുന്നു. പിന്നെ ഒരു 9ാം ക്ലാസ്സൊക്കെ മുതൽ ഞാൻ ജീസസ് യൂത്തിൽ അംഗമായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പോകുമായിരുന്നു, അതിൻ്റെ ധ്യാനത്തിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ എന്നെ ആ ഒരു ദൈവ വെളിയിലേക്ക് ആകർഷിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ധ്യാനത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം, അതെന്നെ ഒത്തിരി ആകർഷിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്കും ദൈവത്തിനോട് ഇങ്ങനെ ഒരു ചോദ്യമായിരുന്നു. കാരണം കൂടെയുള്ളവർക്കൊന്നും ഇനി എന്താവണം, എങ്ങനെയാവണം എന്നൊന്നും ഒരു സംശയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ എനിക്ക് അത് ഒരു കൺഫ്യൂഷനാണ്. അവർക്ക് പഠിക്കണം, ഇനി തുടർന്ന് പോകണം എന്നുള്ള ഒരു ഇതല്ലാതെ വരുമ്പോഴും എനിക്കതൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു. അത് എന്താകണം, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു. പക്ഷെ അത് ഞാനങ്ങനെ അധികം പേരോടൊന്നും പറഞ്ഞിട്ടില്ല, പ്രാർത്ഥനയിൽ പറയുമായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഇടവക പള്ളിയിൽ പോയപ്പോൾ അന്ന് ആരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്നിങ്ങനെ കർത്താവിനോട് എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു അനുഭവം. അതന്ന് അത്ര ഒരു കുഞ്ഞായിരുന്നത് കൊണ്ടായിരിക്കാം, അത് ഒരു പ്രത്യേക അനുഭവമായിട്ട് അത് ആ ഒരു സമയം എപ്പോഴും എന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സമയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ദൈവസ്തുതിയും ഒക്കെ എനിക്ക് വളരെ സമാധാനമുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് തീരുമാനിക്കണം എന്നുള്ള ഒരു ഇതിൽ സിസ്റ്റേഴ്സ്, ഞാൻ ഹൈസ്കൂൾ പഠിച്ചത് ഒരു പള്ളി സ്കൂളിലാണ്. അവിടെ നമ്മുടെ സിസ്റ്റേഴ്സ് വരുമായിരുന്നു ദൈവവിളിയുമായി ബന്ധപ്പെട്ടൊക്കെ പറയാനായിട്ട്. അന്ന് ഞങ്ങളുടെ ഈ കോൺഗ്രിഗേഷനിൽ നിന്നും സിസ്റ്റേഴ്സ് വന്നിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ടൊരു ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇത് വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു സഭയാണ്. എനിക്ക് ടീച്ചിങ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കായിരുന്നു, ഞാനിങ്ങനെ ഒരു ടീച്ചറാവുന്നു അങ്ങനെ. പക്ഷേ അതിനകത്ത് എനിക്കും ഒരു പൂർണ്ണമായ തൃപ്തി എനിക്ക് തോന്നുന്നില്ല. അതിന് വേറെ ഏത് പ്രൊഫഷൻ എടുക്കുമ്പോഴും അതാകുന്നു. പക്ഷെ അതുകൊണ്ട് അതാണോ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? അതിനാണോ എനിക്കൊരു അതിലാണോ എൻ്റെ ഒരു സംതൃപ്തിയാകുന്നത് ഞാൻ എന്നൊരു, അതിലാണോ എൻ്റെ സന്തോഷം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺഫ്യൂഷനുള്ള മൊമെൻ്റ്. അതായിരുന്നു എന്തെടുത്താലാണ് നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുന്നത്. അത്രയും അധികമായി ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവവിളിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഒരു സന്യസ്ത ജീവിതം, സമർപ്പിത ജീവിതം, ആ ഒരു ചിന്ത അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം തന്നിരുന്നത്. എനിക്ക് പറയാവുന്നത് അമ്മച്ചിയുടെ ചേച്ചി ഒരു സിസ്റ്ററാണ്. പക്ഷേ ആൻറ്റീനെ ഞാനങ്ങനെ അധികം കാണാറില്ല. കാരണം ആൻറ്റി മിഷനിലാണ്, 3 വർഷത്തിലൊരിക്കലേ വരുള്ളൂ. അപ്പം ഞാൻ അത്ര അധികം സമയം ആൻറ്റിയെ കണ്ടിട്ടില്ല. അപ്പം എന്നാലും എനിക്ക് തോന്നുന്നു അതൊരു വിത്തായിട്ട് തന്നെ എൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടാകണം. അങ്ങനെ അത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ തന്നെ ഉള്ളതാണ്. കാരണം നമുക്ക് വിവാഹം മാത്രമല്ല, നമുക്ക് വേറൊരു ദൈവവിളി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് പോകാം. നമുക്ക് അച്ഛനാകാനും സിസ്റ്റേഴ്സ് ആകാനൊക്കെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള ഒരു നമുക്ക് ഒരു അറിവ്, ഒരു ബോധം വയ്ക്കുമ്പോൾ തുടങ്ങി നമുക്കത് അറിയാവുന്നത് കൊണ്ടായിരിക്കാം. അപ്പം ഞാൻ ഓർക്കുന്നത് എന്ത് പ്രൊഫഷൻ കഴിയുന്നു, കല്യാണം കഴിയുന്നു അങ്ങനെ. പക്ഷെ അതിന് അകത്ത് എനിക്കൊരു സന്തോഷമോ സംതൃപ്തിയോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവവിളി അല്ലെങ്കിൽ സമർപ്പിത ജീവിതം എന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്തെല്ലാം തന്നെ എനിക്ക് വളരെ സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. പിന്നെ എന്നെ കുറേയും കൂടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടവകയിൽ വന്ന വികാരിയച്ചന്മാരാണ്. അവരുടെ വളരെ സുത്യർഹമായ സേവനം തന്നെ പറയണം. വളരെ ആക്റ്റീവായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന,
അതും കാറ്റീസം കുട്ടികൾക്കൊക്കെ വേണ്ടി ഒത്തിരി ചെയ്തിരുന്ന ഞങ്ങൾക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഫാദർ ജെയ്സൺ പുലിക്കോട്ടിൽ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ വളരെ ആക്റ്റീവായിരുന്നു, ഞങ്ങളുടെയൊക്കെ ഒത്തിരി പരിഗണിക്കുകയും ഞങ്ങളുടെ ദൈവവിളിയെ അച്ഛൻ എൻകറേജ് ചെയ്തിരുന്നു. പ്രസംഗങ്ങളിലൂടെയും അതുപോലെ തന്നെ കാറ്റീസം ക്ലാസ്സിലൊക്കെ ദൈവവിളിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു. ഇടയ്ക്കുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളിൽ, ആരാധനയിൽ ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതും എൻ്റെ മനസ്സിൽ കിടന്നിട്ടുണ്ടാവണം. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് അങ്ങനെ ദൈവവിളികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അതും എനിക്കൊരു പ്രചോദനമായിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ഒരു സമയത്തായിരുന്നെങ്കിൽ നമ്മുടെ മദർ തെരേസയുടെ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവർ സേവനം ചെയ്യുന്നതും, അവർ വേറൊരു രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് പാവങ്ങൾക്കും അശരണർക്കും വേണ്ടി സേവനം ചെയ്യുന്ന സമയങ്ങൾ, അതും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂളുകളിലൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ആൻറ്റിയിൽ നിന്ന്, അതുപോലെ തന്നെ എൻ്റെ ഇടവക വികാരിമാരിൽ നിന്ന്, പിന്നെ അന്നത്തെ കാലത്ത് നമ്മൾ അറിയപ്പെടുന്ന മദർ തെരേസ, അവരൊക്കെയാണ് എന്നെ കുറേയും കൂടെ ഈ ഒരു ജീവിതത്തിലേക്ക് ഒരു പ്രചോദനം ആയി തീർന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം അവധിയിലായിരിക്കുമ്പോഴാണ് സിസ്റ്റേഴ്സ് ഈ ക്യാമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് വരുന്നത്. വീട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഞെട്ടലായിരുന്നു. കാരണം അവരറിഞ്ഞിട്ടില്ല ഞാനിങ്ങനെ പേര് കൊടുത്തത്, അല്ലെങ്കിൽ എനിക്കതിനോടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതും അവർക്ക് അത്രയും തോന്നിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കണം. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇല്ല എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിടുന്നില്ല, +2 കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ അവർക്കൊരു ദൈവവിളി ക്യാമ്പ് ഉണ്ട്, അപ്പോൾ ക്യാമ്പിന് എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു അനുവാദം ചോദിച്ചിരുന്നു. അപ്പോൾ അവരതിന് സമ്മതിച്ചു, ക്യാമ്പിന് പോകാം, പക്ഷേ +1 +2 കഴിയാതെ ഞങ്ങൾ വിടുന്നില്ല. കസിൻസും എല്ലാവരും നിർബന്ധമായിരുന്നു അങ്ങനെ പോകുന്നില്ല എന്നും പറഞ്ഞു. അപ്പം ഞാൻ അവരെ അനുസരിച്ചു. അങ്ങനെ ഞാൻ ക്യാമ്പിന് പോയിരുന്നു. ക്യാമ്പിന് പോയപ്പോഴും അവർ പറഞ്ഞു, നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മളത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു തീരുമാനം എടുത്തിട്ട് നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുകയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരികയാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഏതവസ്ഥയിലാണെങ്കിലും, ദൈവവിളി സ്വീകരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും അങ്ങനെ നമുക്കത് തീരുമാനിക്കാമെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാൻ ആ ക്യാമ്പിന് പോയത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനുള്ള മക്കളോടും പറയാനുള്ളത് അങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷം സമാധാനം തോന്നുന്ന ഒരു തീരുമാനം നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അത് തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനമായിരിക്കാനാണ് നമുക്ക് കൂടുതൽ സാധ്യത. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. എന്നിൽ വലിയ വ്യത്യാസമൊന്നും വീട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ല. അവർ വിചാരിച്ചു ഞാൻ പഠിക്കുന്ന ഒരു ഇൻട്രസ്റ്റിലായിരിക്കും എന്നുള്ളത്. അവിടെയും ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ പരിപാലന തന്നെയാണ്. മാർക്കുണ്ടായിരുന്ന ഞാൻ എല്ലാവരെയും പോലെ എനിക്ക് സയൻസ് എടുക്കണം എന്നാണ് ആഗ്രഹം. കാരണം മറ്റുള്ളവരെടുത്തത് കൊണ്ട് മാത്രം. ഞാനത് പറയാൻ കാരണം ഞാൻ ഇന്നത്തെ എൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് വരുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയുന്നത്. കാരണം എനിക്ക് ആദ്യം അവിടെ 60, ഞാൻ ശ്രീശാരദ എന്ന് പറയുന്ന പുറനാട്ടുകാരെയുള്ള സ്കൂളിലാണ് പഠിച്ചത്. അവിടെ 61ാമത്തെ ആളായിട്ടാണ് എനിക്ക് പ്രവേശനം ലഭിച്ചത്. അപ്പോൾ സയൻസിന് 60 സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം കൊമേഴ്സ് ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം എല്ലാവരും ഇപ്പോൾ സയൻസ് കിട്ടിയിട്ട് എനിക്ക് മാത്രം കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ ടീച്ചർ വന്നപ്പോൾ ചോദിച്ചു, എന്താണ് വേണോ, സയൻസ് തന്നെ വേണോ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നഴ്സാവാൻ. സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു തീരുമാനം ഉണ്ടായിട്ടല്ല. എന്തുകൊണ്ടാണ് ഞാൻ ആ ഹെൽത്ത് കെയർ അന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, അത് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായിരിക്കണം ഞാനന്ന് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു കൊച്ചു പോയി അതിൽ നിന്ന്. അങ്ങനെ ഞാൻ 60ാമത്തെ ആളായിട്ട് സയൻസിൽ തന്നെ ചേരുകയാണ്. സാധാരണ പോലെ പഠിക്കുന്നു. പക്ഷേ എനിക്ക് പഠിക്കണം എന്ന് വലിയൊരു ആഗ്രഹമില്ല. കാരണം ഞാൻ സേവനത്തിന് പോവുകയാണ്. ഇനിയിപ്പോൾ വലിയ പഠനത്തിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല. നമ്മൾ മിഷന് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് വീട്ടുകാർക്ക് അന്നും ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്. അതാണ്, നാട്ടിൽ ഇത്രയും മഠങ്ങളുണ്ട്, ഇവിടെ എവിടെയെങ്കിലും പോകാം. പക്ഷേ ഞാൻ അന്നും പറയുന്നത് ഇല്ല, എനിക്ക് മിഷനിൽ പോകണം. എനിക്ക് മദർ തെരേസയൊക്കെ പോലെയാണല്ലോ, അതുപോലെ പുറത്തു പോയി പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്യണം. അതുകൊണ്ട് എനിക്കിവിടെ നാട്ടുമഠത്തിൽ വേണ്ട. അതുകൊണ്ടാണ് അവർക്കും ഒരു ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ദൂരത്തേക്ക് എങ്ങനെ വിടും? അന്ന് ഇത്രയും വാർത്താ വിനിമയ സംവിധാനങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതായിരുന്നു അവരുടെ ഒരു ബുദ്ധിമുട്ട്. അതിനുശേഷം ഞാനിങ്ങനെ, അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനി എന്തിനാണ് കൂടുതൽ പഠിക്കുന്നത്? സീറ്റൊക്കെ കിട്ടി, ഇനി നമ്മൾ 2 കൊല്ലം ഇങ്ങനെ നടക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക, എന്നിട്ട് മടത്തി പോവുക.
പക്ഷേ ആർക്കും അതങ്ങനെ തിരിച്ചറിയാൻ മാത്രം പുറത്ത് പ്രകടമായിട്ട് യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അകത്ത് എനിക്കത് നല്ല ഒരു ബുദ്ധിമുട്ടായിരുന്നു, കൺഫ്യൂഷൻ. തീരുമാനങ്ങൾ ഇനി അത് തെറ്റിപ്പോകുമോ, ഞാനെടുക്കുന്ന തീരുമാനം ശരിയാണോ, കൂടെയുള്ളവർക്ക് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹൈസ്കൂൾ പഠിച്ചിരുന്ന പോലെ കുട്ടികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അവരവരുടേത് പഠിക്കുന്നു, അവരവരുടെ ഭാവിയെക്കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുന്നൊന്നുമില്ല, അവർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡിഗ്രി എടുക്കാം അത് കഴിഞ്ഞ്. പക്ഷേ എനിക്കാണ് ഇവിടെ കൺഫ്യൂഷൻ. ഇനി ഞാൻ പോകണോ പോകണ്ടയോ, എന്താണ് ഞാൻ ഇനി തീരുമാനിക്കേണ്ടത്? വീട്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ പോകണം അല്ലെങ്കിൽ പോകരുത് എന്ന് അവർ നിർബന്ധിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അവർക്കും തോന്നിയത് ഞാൻ ഇത് വിട്ടു എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചില സമയത്തൊക്കെ ഒത്തിരി ഇരുന്ന് രാത്രികളിലാണെങ്കിലും ചിലപ്പോൾ ഉറക്കം വരാതെ ആകുമ്പോൾ ബൈബിളിരുന്ന് വായിക്കും. അപ്പോൾ എസ്തേർ രാജ്ഞിയുടെ അങ്ങനത്തെ യൂതിത്ത് അങ്ങനത്തെ ബുക്കുകളാണ് എനിക്ക് കുറേ കൂടെ പ്രചോദനമായിട്ടുള്ളത്. അങ്ങനെ വായിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. ഇനി ഞാനിങ്ങനെ ഞാൻ ദൂരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് അന്നേ മനസ്സിലുണ്ടായിരുന്നുകൊണ്ടായിരിക്കണം അത് ദൈവ തീരുമാനം ആകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഇരുന്നത്. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇതുവരെ വിട്ടില്ലേ, ഇപ്പോഴും ഇത് തന്നെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പോകാൻ തന്നെ തീരുമാനിച്ചോ എന്നുള്ളൊരു ഇതായി. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പോകണം. എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് കുറേ കൂടെ സന്തോഷമുള്ളത്. എനിക്കതാണ്, ദൈവവിളിയാണ് എനിക്ക് ഏറ്റവും വലുതായി തോന്നുന്നത്. വീട്ടുകാർ അന്ന് എന്നെ എതിർത്തിട്ടില്ല. അവർ പറഞ്ഞത്, ഇനി ഞങ്ങളായിട്ട് എതിർത്തിട്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് വിടാനായിട്ട്, അതും ഇങ്ങനെ ദൂരത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് ദൈവത്തിൻ്റെ തീരുമാനമായിരിക്കാം, ഞാനെടുക്കുന്ന ഒരു തീരുമാനം കൂടിയാണ്, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ഈ കോൺഗ്രിഗേഷൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഡ്രസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഡ്രസ്സിനോട് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മച്ചിയുടെ കസിൻ ഈ സഭയിലുണ്ട്, ഞങ്ങളുടെ സെൻറ്റ് ആൻസ് ഓഫ് ലൂസേൺ എന്ന സഭയിലാണ് അമ്മച്ചിയുടെ കസിൻ ഉള്ളത്. ആൻറ്റി എന്നിട്ട് എന്നോടൊന്നും കൂടെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സഭയുടെ സവിശേഷതകൾ. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ ഉള്ളൊരാഗ്രഹമാണ്, അതായത് കുറച്ച് സഭകൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അവർ പഠിപ്പിക്കുക മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, എല്ലാ നമ്മുടെ മേഖലകളിലും ഉള്ള ഒരു സഭയാണ്. അതായത് നമുക്ക് സുവിശേഷ പ്രഘോഷണം, ആശുപത്രികളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്കൂളുകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് HIV അഫക്റ്റഡ് ചിൽഡ്രനെ നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലായിട്ട്. അപ്പോൾ ഈ കോൺഗ്രിഗേഷൻ്റെ ഞങ്ങളുടെ സ്ഥാപകൻ ഫാദർ വില്യം മേയറാണ്, സ്വിറ്റ്സർലൻഡിൽ നിന്നാണ്. അപ്പോൾ സ്ഥാപക പിതാവ് പറയുന്നത്, നമ്മളുടെ ഒരു ദൗത്യം കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാകുമ്പോൾ അവിടെ ദൈവിക പദ്ധതി വെളിപ്പെടുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു കാരിസം എന്നെ വളരെ അധികം ആകർഷിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, അന്ന് നമ്മൾ കണ്ട ഡ്രസ്സിനേക്കാളും ഇന്നിപ്പോൾ ഞാൻ അന്ന് കണ്ട ഡ്രസ്സല്ല ഇടുന്നത്. പിന്നെ നമുക്കറിയാലോ, നാട്ടിൽ നമുക്ക് ഉടുപ്പിടുന്നവരെയാണ് താല്പര്യം. നമുക്ക് സാരിക്കാരോടൊരു എനിക്കറിയില്ല, അങ്ങനെ ഇപ്പോഴും വീട്ടിലാണെങ്കിലും നാട്ടിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ സ്വീകരിച്ച വസ്ത്രം ഇതാണ്, സാരിയാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷെ അതിലിന്ന് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്ന, കർത്താവ് നയിക്കുന്ന ഓരോ വഴികളാണ് നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം. അപ്പോൾ ആ ഒരു കാരിസമാണ് എന്നെ ഒത്തിരി ആകർഷിച്ചത്. സ്ഥാപക പിതാവ് തുടങ്ങുന്നത് തന്നെ, അപ്പോൾ ഞാനങ്ങനെ മഠത്തിലേക്ക് പോരുകയാണ്. അത് ഞാൻ ഇവിടേക്ക് പോരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് ഞാൻ മാത്രമാണ് മലയാളി. ഞങ്ങൾ 14 പേരിൽ, ബാക്കി 13 പേര് നോൺ മലയാളീസാണ്. അപ്പോൾ ഇംഗ്ലീഷാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പഠിക്കാനായിട്ട്. പക്ഷെ വേറൊരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വരണം, പഠിക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കൂടെ നമുക്ക് ഇംഗ്ലീഷ് തന്നെ പറയണം, അല്ലാതെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല കാര്യങ്ങൾ. പക്ഷേ ആ സമയത്തൊക്കെയും എനിക്ക് ഈ വിളിയോടുള്ള ഒരു ആകർഷണവും സന്തോഷമായിരിക്കണം. അന്നത്തെ ഒരു ബുദ്ധിമുട്ടുകളും അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് എനിക്കൊരു മഠത്തിൽ വന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നിയത് 6 മാസത്തിന് ശേഷം നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോയി വന്നപ്പോഴും എല്ലാവരും സുഖമായിരിക്കുന്നു, വിഷമമുണ്ട്. അപ്പോൾ അനിയത്തിമാർ പറയുന്നു, അമ്മച്ചി എന്നും ചേച്ചിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയിരുന്ന് കരച്ചിലാണ്, അങ്ങനെ ബുദ്ധിമുട്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും, അപ്പച്ചനാണെങ്കിലും നല്ല ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവിളിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതുകൊണ്ടാകണം അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞാൻ 6 മാസത്തിന് ശേഷം തിരിച്ച് വീട്ടിൽ വരുന്നു. വീട്ടിൽ നിന്ന് 1 മാസത്തെ അവധിക്ക് ശേഷം ഞാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ ദൂരെയുള്ള ഒരു മഠത്തിലേക്കാണ് പോയത്. അന്ന് നമുക്കങ്ങനെ ഫോണൊന്നുമില്ല, എഴുത്താണ് വരുന്നത്. അങ്ങനെ 2 മാസത്തിന് ശേഷം ഞാൻ അറിയുന്നത് അമ്മച്ചി തളർന്നു പോയി എന്നുള്ളത്.
അമ്മച്ചി തളർന്ന് കിടപ്പാണ് എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ വീട്ടിലങ്ങനെ അത്രയധികം പണികളൊന്നും ചെയ്തിരുന്ന ഒരാളല്ല. അമ്മച്ചി അത്രയും ആക്റ്റീവായിരുന്നു, എല്ലാം ചെയ്തിരുന്ന ഒരാളാണ്. എൻ്റെ അനിയത്തിമാരന്ന് ഞങ്ങൾ തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്. ഒരാൾ 6ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെയാണ്. അവർ വർക്ക് ചെയ്യുന്നു, അവർക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഈ അമ്മച്ചി ഇങ്ങനെ കിടപ്പാകുന്നു എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ അസുഖം എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. അതിനകത്ത് എന്ത് തീരുമാനമെടുക്കണം, വീട്ടിലേക്ക് തിരിച്ചു പോകാനാണോ അങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുള്ളത് വളരെ എനിക്ക് വിഷമമുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അത് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളത്, തുടരണമോ അതോ തിരിച്ചു പോകണമോ എന്നുള്ളത്. അപ്പം അതിനകത്ത് വീണ്ടും പ്രാർത്ഥന തന്നെയാണ് എനിക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നത്. ഒത്തിരി രാത്രികൾ ഞാൻ കരഞ്ഞിരുന്ന് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അന്നും എനിക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ദൈവവിളിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളെ അവിടെ വീട്ടിൽ അവരെ സഹായിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടാകും. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്രയും ഒരു ചെറിയ +2 മാത്രം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, അവർക്ക് എന്ത് സഹായത്തിനാണ് എന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി തന്നെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അവിടെ കൂടുതൽ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ അധികം കമ്മ്യൂണിക്കേഷനില്ല, വീട്ടിൽ നിന്ന് അവരധികം പറയുന്നില്ല. കാരണം ഇനി ഞാൻ വിഷമിക്കരുതല്ലോ എന്നുള്ളതാണ് അവരുടെ ചിന്ത. അങ്ങനെ 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ എങ്ങനെയാണോ അമ്മച്ചിയെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കണ്ടത്, അതിലും ഉഷാറായിട്ടാണ് അമ്മച്ചി ഇരിക്കുന്നത്. അമ്മച്ചി എന്ന് ഞാൻ പറയുന്നത് എൻ്റെ അമ്മ ഉഷാറായിട്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നമുക്കറിയാത്ത ഒത്തിരി പേര് നമ്മളെ സഹായിച്ചു, അവിടെ ഇവിടെ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല, എല്ലാം വളരെ നന്നായി പോയി, അമ്മച്ചിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ്. അതെന്നെ ദൈവവിളിയിൽ ഒന്നുകൂടെ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിച്ച ഒരു അനുഭവം കൂടിയാണ്. അതെന്നെ ആദ്യം എനിക്കത് കൺഫ്യൂഷൻ തന്നുവെങ്കിലും ആ ഒരു അനുഭവം ജീവിതത്തിൽ എൻ്റെ ദൈവവിളിയിലേക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള പരിശീലന കാലഘട്ടങ്ങളിൽ ഇങ്ങനെ നമുക്ക് പഠിക്കാനും കൂടുതൽ അറിയാനും സഭയെക്കുറിച്ച് അറിയുന്തോറും എനിക്ക് സഭയോടുള്ള സ്നേഹം വളർന്നതേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ പിതാവ് തുടങ്ങിയത് സ്വിറ്റ്സർലൻഡിൽ അന്നത്തെ കാലത്ത് ഗർഭിണികളായ സ്ത്രീകളെ, അതായത് പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക്, അങ്ങനെ അവർക്ക് വീട്ടിൽ തന്നെയായിരുന്നു. ഞങ്ങളുടെ പിതാവ് 10ാമത്തെ മകനാണ് 13 മക്കളിൽ. അപ്പോൾ വീട്ടിൽ സഹായിക്കാൻ ആരുമില്ലാതെ വിഷമിച്ചിരുന്നു. അത് കണ്ടിരുന്ന പിതാവ് അച്ഛനായതിന് ശേഷം ഇങ്ങനെ ഒരു സഭ, അതായത് പ്രസവത്തിന് ശേഷം വീടുകളിൽ ഈ അമ്മയെയും കുഞ്ഞിനെയും നോക്കാനായിട്ട് നഴ്സിംഗ് കെയറിന് വേണ്ടിയിട്ട് വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പിതാവ് ഇങ്ങനൊരു സഭ തുടങ്ങാൻ തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അന്നത്തെ നിയമങ്ങളൊന്നും അതിന് അനുകൂലമായിരുന്നില്ല. സിസ്റ്റേഴ്സൊന്നും വേറൊരു വീടുകളിൽ പോയി നിൽക്കാനോ അങ്ങനെ നഴ്സിംഗ് കെയർ കൊടുക്കാനോ എന്നുള്ള ഒരു സാഹചര്യമൊന്നുമല്ല. അത് 1900 ആ കാലഘട്ടങ്ങളിലാണ്. പക്ഷേ പിതാവ് അതിനുവേണ്ടി പരിശ്രമം തുടരുകയും അങ്ങനെ ഈ സഭ അതിനുവേണ്ടിയേ ഈ സഭ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ അന്നത്തെ പിതാവിൻ്റെ ഒരു തീക്ഷ്ണത, അതുപോലെ തന്നെ കാലങ്ങൾക്കനുസരിച്ച് മാറാനും അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കിട്ടിയ ഒരു സ്വാതന്ത്ര്യമുള്ളൊരു സഭയായിട്ട് നമ്മൾ കണ്ടതുകൊണ്ട് പിതാവിനോടുള്ള സ്നേഹം, അതുപോലെ തന്നെ സഭയോടുള്ള സ്നേഹവും വളർന്നിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആദ്യവ്രത വാഗ്ദാനത്തിന് മുമ്പ് എനിക്ക് വീണ്ടും ഒരു ടെൻഷൻ പോലെ വന്നിരുന്നു, തീരുമാനം എടുക്കുന്നത്. കാരണം ആദ്യവ്രതം എടുക്കുന്നതിന് മുന്നേ, കാരണം ഈ സന്യാസം എന്ന വലിയൊരു തീരുമാനം എടുക്കാൻ മാത്രം ഞാൻ യോഗ്യതയുണ്ടോ, എനിക്കതിനുള്ള വിശുദ്ധിയുണ്ടോ, എനിക്കതിൽ തുടരാൻ പറ്റുമോ, അതിന് മാത്രം ഞാനുണ്ടോ എന്നുള്ള ഒരു സംശയങ്ങളായിട്ട് എനിക്ക് ആദ്യവ്രത വാഗ്ദാനത്തിന് മുന്നേ ഉണ്ടായിരുന്നു. വീണ്ടും അത് പ്രാർത്ഥനയിലൂടെയും ധ്യാന ഗുരുക്കളുടെ സഹായത്തോടെയും അതുപോലെ തന്നെ എൻ്റെ നോവിസ് മിസ്ട്രസ് അവരൊക്കെയാണ് എനിക്കൊരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്നെ സഹായിച്ചത്. അവർ പറഞ്ഞത് മനുഷ്യർ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു തീരുമാനങ്ങൾ എടുത്ത് സന്യസ്ത ജീവിതം നയിക്കുന്നത്, അമാനുഷികരായ മനുഷ്യരൊന്നുമല്ല, എല്ലാവരും മനുഷ്യർ തന്നെയാണ്. ദൈവകൃപയിൽ നമ്മൾ ആശ്രയിച്ച് ആ പരിപാലനയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ജീവിതം നയിക്കാനുള്ള ശക്തിയും കൃപയും ദൈവം തരും. അതിന് നമുക്ക് പ്രത്യേകമായ കഴിവുകളോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു വ്യക്തിപരമായ കാര്യമല്ല, ദൈവത്തിൻ്റെ
കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള രീതിയിൽ അവരെന്നെ സഹായിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യ വ്രത വാഗ്ദാനം നടത്തുന്നത്. അതിനുശേഷം അധികാരികൾ എന്നെ ഹോമിയോ മെഡിസിൻ പഠിക്കാൻ ഉള്ള ഒരു തീരുമാനമാണ് എടുത്തത്. ഞാനത് വീണ്ടും പറയുന്നത് കാരണം അന്ന് സയൻസ് വേണം, അല്ലെങ്കിൽ എനിക്ക് സയൻസിൽ, അതുപോലെ തന്നെ അന്ന് ഞാൻ +2ൻ്റെ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മഠത്തിൽ ചേരുകയാണ്, സേവനത്തിനാണ്, ഇനിയൊന്നും പഠിക്കണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുകൊണ്ട് കാര്യമായിട്ട് തന്നെ ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. +2 ആ സമയത്ത് തോറ്റു പോകുമെന്ന് പോലും പേടിച്ച സമയങ്ങളുണ്ടായിരുന്നു. അപ്പം അമ്മച്ചി +2ൻ്റെ റിസൾട്ടൊക്കെ വരുമ്പം തരക്കേടില്ലാതെ പഠിക്കുന്ന കുട്ടിയാണ്, അങ്ങനെയാണല്ലോ ഒരു വെപ്പ്. അമ്മച്ചി ചോദിക്കുന്നത് ഒരു ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉണ്ടാവുമല്ലോ, ഞാനിവിടെ കെമിസ്ട്രിക്ക് എങ്ങനെ ഇനി പൊട്ടുമോ, അതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ദൈവകൃപ, ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു മാർക്കൊക്കെ കണ്ടാണ് അവരെന്നെ വീണ്ടും ഹോമിയോയിലേക്ക് പഠിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പം നമ്മളെവിടെ വേണം വേണ്ട എന്ന് പറയുന്നതല്ല, വീണ്ടും ദൈവം നമ്മളെ നയിക്കുന്നതായിട്ട് ഞാൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ ടീച്ചിങ് ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞു, മദർ ഇങ്ങനെ അതാണ് ഇപ്പോഴത്തെ ഒരു സഭയുടെ ആവശ്യം, അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ അതിലേക്ക് പോകാം, അങ്ങനെ തീരുമാനിക്കാം. അപ്പോൾ തീരുമാനിക്കാനായിട്ട് മദർ അതിൻ്റെ സ്വാതന്ത്ര്യം തന്നിരുന്നു. അങ്ങനെയാണ് ഞാൻ ഹോമിയോ മെഡിസിൻ പഠിക്കുന്നത്. അത് 6 വർഷത്തോളമുള്ള കോഴ്സാണ്. ഞാൻ അത് പഠിച്ചു കഴിയുന്നു. അത് പഠിച്ചിട്ട് ഞാൻ ഇവിടെ നിത്യവ്രതത്തിന് പോവുകയാണ്. നിത്യവ്രതം കഴിഞ്ഞ് ഞാൻ ഒരു 5 വർഷത്തോളം മുനമ്പം എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരടുത്ത് അവിടെ 5 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ പ്രാക്ടീസിനിടയ്ക്കും എനിക്ക് പറയാവുന്നത്, ഒരു ഡോക്ടറായി വലിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനേക്കാളും അവിടുത്തെ മനുഷ്യരായിട്ട് കൂടുതൽ ഇടപഴകാനും അതുപോലെ തന്നെ കാറ്റഗിസം പഠിപ്പിക്കാനും ഒക്കെ പറ്റിയെന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതുപോലെ തന്നെ ഇടവകയുമായിട്ട് സജീവമായിട്ട് അതിനകത്ത് പങ്കെടുക്കാനും പരിപാടികളൊക്കെ ചെയ്യാനും നമുക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഹോമിയോ ഒരു കാലഘട്ടം. അതിന് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോഴാണ് മദർ വീണ്ടും എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ മെഡിസിന് പോകാൻ പറ്റുമോ, കാരണം ഇപ്പോൾ നമുക്ക് ഹോമിയോ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ വേറെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചൊരു സ്ഥലവും നമുക്കത് ശരിയായില്ല ക്ലിനിക്ക് തുടങ്ങാനായിട്ട്. സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ നീറ്റിൻ്റെ ഏജ് ബാറൊക്കെ മാറ്റിയിട്ടുണ്ട്, നമുക്കങ്ങനെ നീറ്റ് എഴുതിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ +2 ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല, പക്ഷെ മാർക്കുണ്ട്. അപ്പോൾ അധികാരികൾ നോക്കുമ്പോൾ മാർക്കുണ്ട്, പക്ഷെ ഞാനധികം പഠിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും നീറ്റ് എഴുതുക എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോഴേക്കും 18 വർഷത്തോളം കഴിഞ്ഞായിരുന്നു ഞാൻ +2 കഴിഞ്ഞിട്ട്. അപ്പോൾ അത് വീണ്ടും എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. വീണ്ടും ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കാനും അവിടെയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത് ശരിയാണോ, ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞു, അത് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഇനി വീണ്ടും വേറൊരു പഠനം എന്നുള്ള രീതിയിൽ. പിന്നീടും അധികാരികളോടുള്ള അനുസരണം തന്നെയാണ് ദൈവഹിതം എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പക്ഷേ ഞാനന്ന് ഓർത്തിട്ടില്ല ഇവിടെ ഇങ്ങനെ സെൻറ്റ് ജോൺസിൽ വന്ന് പഠിക്കാം എന്നുള്ളത്. നാട്ടിൽ നമുക്ക് ഹോമിയോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവേഷൻ ഉണ്ട്, 4 സീറ്റ് ഗവൺമെൻറ് റിസർവേഷൻ ഉണ്ട്, ആയുർവേദം കഴിഞ്ഞവർക്കും ഉണ്ട്. അങ്ങനെയായിരുന്നു 2 വർഷം മുന്നേ. അപ്പോൾ ആ ഒരു സീറ്റിൽ നമുക്ക് ഗവൺമെൻറ് സീറ്റിൽ എവിടെയെങ്കിലും പോകാം, അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു സെൻറ്റ് ജോൺസിൻ്റെ ഇതിനകത്ത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്കിവിടെ കിട്ടി, അവിടെ കിട്ടിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനിന്നിവിടെ പഠിക്കാനായിട്ട് ഇവിടെ ആയിരിക്കുന്നത്. സന്യാസ ജീവിതത്തിൽ ഞാനിപ്പോഴും സന്തോഷവതിയാണ്. അതിൽ തന്നെ ആ ഒരു തീരുമാനം തെറ്റിയെന്ന് പിന്നീട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. നല്ല ഇവിടെ നമുക്ക് എവിടെ ആയിരിക്കുന്നുവോ അവിടെ ദൈവത്തെ കൊടുക്കാനാവുക എന്നുള്ളതാണ് എനിക്ക് സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ എൻ്റെ കുറേ വർഷങ്ങൾ പഠനത്തിലാണ്. ഹോമിയോ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ നോൺ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ ക്രിസ്ത്യൻ നമ്മുടെ വേറെ മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൽ ഞാൻ മാത്രമാണ് സിസ്റ്ററായിട്ടുണ്ടായിരുന്നത്. ഇതുവരെ വേറെ അവിടെ സിസ്റ്റേഴ്സ് ആരും പഠിച്ചിട്ടുമില്ല. അപ്പോൾ അവിടെയുള്ളവർക്ക് സിസ്റ്റർ ആരാണ് എന്നതിനേക്കാൾ ഉപരി ക്രിസ്തു ആരാണെന്നുള്ളത് തന്നെ അറിയില്ല. അപ്പം അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു പ്രസൻസ് മൂലം ക്രിസ്തുവിനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പലർക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ഒരു പ്രചോദനം, ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല അധികം പേരും ഇങ്ങനെ മഠത്തിലോ സെമിനാരിയിലൊക്കെ ചേരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യും, നമുക്ക് അങ്ങനെ ഒരു ഡിഗ്രി കിട്ടും എന്നുള്ള ഒരു ആഗ്രഹത്തിനായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് നമുക്ക് ഇതല്ലെങ്കിൽ തന്നെയും എടുക്കാവുന്നതും പഠിക്കാവുന്നതും ചെയ്യാവുന്നതും മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വന്ന് നമ്മളൊരു കോഴ്സിനാണെങ്കിലും എവിടെയായിരിക്കുന്നുവോ അപ്പോൾ ആ ഒരു സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ളവർക്ക് ക്രിസ്തു ആരാണെന്നുള്ളത് നമ്മളുടെ ഒരു പെരുമാറ്റത്തിലൂടെയോ നമ്മളുടെ ഒരു സംഭാഷണത്തിലൂടെയോ
നമ്മളുടെ ഒരു സമീപനത്തിലൂടെയോ അവർക്ക് അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ കുറേ പേര് കുട്ടികളാണെങ്കിലും ഇപ്പോൾ നമ്മൾ നീറ്റ് കോച്ചിങ്ങിന് പോയുമ്പോൾ അവിടെ പോലും അവർക്ക് ഭയങ്കരമായ ടെൻഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളുടെ സമീപനം, നമ്മളുടെ ഒരു വിശ്വാസം, അത് ഏറ്റവും ഒരു പ്രചോദനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ കുട്ടികളോടാണെങ്കിലും അവിടെ പറയുമായിരുന്നു, നിങ്ങൾക്കായിട്ട് ദൈവം കരുതി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് ദൈവം തരും. ഇപ്പം ഞാൻ 18 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. അത് ഞാനായിട്ട് ആഗ്രഹിച്ചതോ ചോദിച്ചതോ ഒന്നുമല്ല. അപ്പോൾ ദൈവമായിട്ട് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് മാത്രം ടെൻഷൻ എടുത്ത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പ്രവർത്തിക്കുക. അത് ദൈവം നിങ്ങളെ എങ്ങോട്ടാണോ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങളെത്തും. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എത്രയും വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെത്തും എന്നുള്ള ഒരു സമീപനം ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. അത് അവർക്ക് ഒത്തിരി പേർക്ക് സഹായകരമായി എന്ന് ഞാൻ കരുതുകയാണ്. അത് തന്നെയാണ് ഈ ഇപ്പം ക്രിസ്ത്യൻസ് അല്ലാതിരുന്നവരുടെ കൂടെ ഞാൻ പഠിച്ചപ്പോഴും അവർക്കും ഒരു സിസ്റ്റർ ആരാണെന്നോ എന്നതിലുപരി ക്രിസ്തു ആരാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും ആശ്വാസമാകാൻ കഴിഞ്ഞു. അതും ഇപ്പോൾ ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ ഇത്രയധികം പേരെയൊന്നും കാണില്ല, ഞാൻ ഈ ഒരു ചാനലിലും വരില്ല. അതിന് പകരം ദൈവം നമ്മളെ നയിക്കുന്ന മേഖലയിലൂടെ പോയപ്പോൾ ഒത്തിരി പേരെ കാണാനും പരിചയപ്പെടാനും അവർക്കെല്ലാം ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കാനും അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. ഇന്നും ഞാൻ എടുത്ത തീരുമാനം ദൈവവിളി സന്തോഷം എനിക്ക് നൽകുന്നതാണ്. അതിൽ ഞാൻ ദൈവത്തിനോട് ഏറ്റവും കൃതജ്ഞതയുള്ളതാണ്. എൻ്റെ മാതാപിതാക്കളോട് എന്നെ അനുവദിച്ചതിന്. അവരുടെ പ്രാർത്ഥനയില്ലാതെ ഒന്നും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാനായിരിക്കുമ്പോഴും ഇപ്പോൾ പഠിക്കുന്നതിനാണെങ്കിലും നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, പഠിച്ച അക്കാഡമിക്കലി മുന്നോട്ട് വരുവാനായിട്ട്. അപ്പോൾ എപ്പോൾ പരീക്ഷ ഉണ്ടെങ്കിലും ഞാൻ അപ്പച്ചനോടും അമ്മച്ചോടും പറയും, ഇങ്ങനെ എനിക്ക് പരീക്ഷയുണ്ട്, പ്രാർത്ഥിക്കണം. അവിടെ ഒരു മെഴുതിരി കത്തി നിൽക്കുന്നുണ്ടാവും എൻ്റെ പരീക്ഷയുടെ സമയങ്ങളിലും മുഴുവൻ വീട്ടിൽ. ആ ഒരു ബലമാണ് എനിക്ക് എന്നും ഉള്ളത്. എൻ്റെ എന്ത് പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും അവരുടെ പ്രാർത്ഥനയാണ് എന്നെ നയിക്കുന്നത്. അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ് എനിക്ക് ശക്തി പകർന്നിട്ടുള്ളത്. സഭയെക്കുറിച്ച് പറയുമ്പോൾ എന്നെ മനസ്സിലാക്കാനും ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാനും എന്നെ വിശ്വസിക്കാനും അവർ കാണിക്കുന്ന ഒരു വലിയ അവരുടെ ട്രസ്റ്റ് എനിക്ക് ഏറ്റവും ഒരു ശക്തി തന്നെയാണ്. കാരണം വീണ്ടും എന്നെ പഠിക്കാനും അതുപോലെ ഞാൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അവർക്കതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണെങ്കിലും അവരോട് പറയാനും അതിനനുസരിച്ച് അത് പരിഹരിക്കാനും അവരെപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനകളാണ് അതുപോലെ തന്നെ എനിക്ക് പ്രചോദനമായിട്ടുള്ള ബാക്കി വൈദികരും സന്യസ്തർ ബന്ധുക്കൾ ഒക്കെ തന്നെ അവർ ഒരു മണ്ടൻ തീരുമാനമാണ് ഞാൻ എടുത്തതെന്ന് പണ്ട് പറഞ്ഞവരെ വർഷങ്ങൾക്ക് ഇപ്പുറം ഇല്ല, നീ എടുത്ത തീരുമാനം നല്ലതായിരുന്നു, അത് നീ നന്നായി ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമുക്കതിനകത്ത് സന്തോഷമുണ്ട്. അത് ദൈവപരിപാലനയാണ്, ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമൻസ് 8:28 എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി തീർക്കുന്നു. അത് നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നോ, നമ്മളെ സന്തോഷമോ സങ്കടമോ എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് ദൈവം നമ്മളെ നയിക്കും, ദൈവം നമ്മളെ വഴി നടത്തും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ ഇന്നായിരിക്കുന്നത്.